ഹലോ ഗൈസ്, നാളിന്ന് രാത്രിയേക്ക് ഓട്ട് പത്തിലുണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഓട്ട് പത്തിലുണ്ടാക്കുന്ന ഇലയെല്ലാം പറിക്കൊണ്ടുവന്ന് കുറച്ച് മെനക്കേടാ, എന്നാലും ചിക്കൻ കൊണ്ടുവന്ന് അന്നേരം വിചാരിച്ചെന്നാൽ നിന്ന് ഓട്ട് പത്തിലാക്കാം. അങ്ങനെ ഓട്ട് പത്തിൽ ചുടാന്ന് വിചാരിച്ച് കുറച്ച് മെനക്കേട. ചെറിയ ആക്കിയത് ചുട്ട ചെറിയ കല്ലാണ് ഇവിടുത്തെ. അങ്ങനെ വലിയ കല്ലുണ്ടേനോ, പൊട്ടിപ്പോയി. അന്നേരം ചെറിയ കല്ലാണ് ഇവിടെ ഉള്ള ഹോട്ടലിൽ. അങ്ങനെ ചെറുങ്ങനെ പരത്തിയിട്ടതാ. ചെറുങ്ങനെ പരത്തിയിട്ടാകുമ്പോൾ പിന്നെ നല്ലോണം വേവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ലോണം പൊന്തുകയും ചെയ്യും, വേഗം കഴിയും. ചുട്ട് വേഗം ഇടാം. ചെറുങ്ങനെ ചെറിയ കല്ലുമ്മൽ 3 പത്തിലിട്ടത്. വേഗത്തിൽ കഴിഞ്ഞിക്ക് പത്തിലെല്ലാം വേഗത്തിൽ ആയിക്ക്. ഇനി ചിക്കൻ്റെ പരിപാടി തുടങ്ങണം. രാത്രി പിന്നെ ആരും ചോറ് കഴിക്കൂല. അതുകൊണ്ട് പിന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ. ഇപ്പം എല്ലാവരുടെയും അങ്ങനെ തന്നെയല്ലേ അല്ലേ? ചോറ് എവിടെയും കഴിക്കുന്നില്ല, ആരും കഴിക്കുന്നില്ല രാത്രി. അങ്ങനെ പത്തിൽ ചുട്ട് ഏകദേശം കഴിയാനായി. തിരച്ചിട്ട് നല്ല ബോൾ പോലെ ആയി പോരും, തിരച്ചാലങ്ങനെ. പിന്നെ കുട്ടികളെല്ലാം പഠിക്കുന്നാട്ടാ. മോള് ഷാസിയ മോളുണ്ട്, പഠിക്കുന്ന. ഇവിടെ വീട്ടിൽ കുറേ ആളുണ്ട്. മോൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. പിന്നെ അങ്ങനെ പത്തലിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞ് ഇനി ചിക്കൻ കറിയാക്കണം. അങ്ങനെ എണ്ണ വാർന്ന് ഉള്ളിയിട്ട്, ഉള്ളി നല്ലോണം വാടണം. വാടിയിട്ടില്ലെങ്കിൽ ഒരു കറിക്കൊരു ഗുണം ഉണ്ടാവില്ല. ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ട് ഏകദേശം കറി കൂടുതലും വേണം. പിന്നെ പത്തിലെല്ലാക്കുമ്പം കുറച്ച് കറി കൂടുതൽ വേണമല്ലോ, വരട്ടിയെടുക്കാനാവില്ല ഇറച്ചി. അതുകൊണ്ട് കുറച്ച് കറിയോടാക്കേണ്ടിക്കണ്ട ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ട് കറിയോടാക്കണം. നീ ഊട്ടുവത്തലിന് എല്ലാവർക്കും ഇവിടെ പ്രധാന ഇഷ്ടമാണ് ഭയങ്കര. എപ്പോഴെങ്കിലെല്ലാം ഉണ്ടാക്കും, കുറച്ച് മെനക്കേടില്ല അതിന്, ഉണ്ടാക്കും. അങ്ങനെ ഉള്ളിയെല്ലാം വാടി തക്കാളി ഇട്ട് തക്കാളിയും ഉള്ളിയും എല്ലാം വാടി ഇനി ചിക്കൻ ഇട്ടേ. അതുകൂടിയും കഴിഞ്ഞാൽ പത്തിലും ചിക്കൻ കറിയും ആയി. ഞങ്ങളെല്ലാവരും മൂപ്പരും വിളമ്പിയിട്ടൊന്നും കഴിക്കില്ല രാത്രി. ഉച്ചക്കെല്ലാം അങ്ങനെയെല്ലാം കഴിക്കും. രാത്രി പിന്നെ ഓരോരുത്തർ പ്ലേറ്റിൽ ആക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കഴിക്കും. നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 2 സ്പൂണ് മുളകിൻ്റെ 3 സ്പൂണായിപ്പോയി. ഇനിയിപ്പോൾ എരിഞ്ഞിട്ടിവിടെ പ്രശ്നം ഉണ്ടാവുമെന്നറിയില്ല. 3 സ്പൂണായിപ്പോയിക്കും. പക്ഷേ വലിയ എരിവുള്ള മുളകല്ല. അങ്ങനെ ചിക്കൻ്റെ അകത്ത് മസാലയെല്ലാം ഇട്ട് ഉരുളക്കിഴങ്ങെല്ലാം മുറിച്ചിട്ട്
ഇനി കറി ആയിക്കൊണ്ടിരിക്കുന്നു. കരുവേപ്പിലെല്ലാം ഇട്ട് അങ്ങനെ ചിക്കൻ കറിയും റെഡിയായി. ഇനിയിപ്പോൾ അമ്മൂന് കൊടുക്കട്ടെ, ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കട്ടെ. അങ്ങനെ പത്തിൽ കുറേ പത്തിലുണ്ട്, ചുട്ടി ചുട്ടി കുറേ ആയി. ചെറിയ പത്തിലല്ലേ. അങ്ങനെ ഇറച്ചിക്കറിയും ഓട്ടുപത്തിലും റെഡിയായി. ഇപ്പോൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.